ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ? അതെ 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 അത് തന്നത് നമ്മുടെ ISRO ചെയർമാനാണ്, നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ്. ഗുഡ്വിൽ സർവകലാശാലയുടെ ആൾക്കാരും കേരളത്തിൽ വെച്ച് മാധവൻ സാർ സമ്മാനിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ആളുകൾക്ക് അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക? നമസ്കാരം. നടൻ മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച നടി മിനു മുനീറിന്റെ വ്യാജ ഡോക്ടറേറ്റ് പൊളിച്ചടുക്കിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ. ചാനൽ ചർച്ചയ്ക്കിടെ മിനുവിന്റെ ഡോക്ടറേറ്റ് സംബന്ധിച്ച അരുൺകുമാറിന്റെ ചോദ്യങ്ങൾക്ക് അമേരിക്കയിലെ ഗുഡ്വിൽ യൂണിവേഴ്സിറ്റിയാണ് തനിക്ക് ഡോക്ടറേറ്റ് നൽകിയത് എന്നും കേരളത്തിൽ വെച്ച് ISRO ചെയർമാൻ മാധവൻ സാറാണ് തനിക്കിത് സമ്മാനിച്ചത് എന്നും മിനു പറയുകയുണ്ടായി. എന്നാൽ മിനു പറയുന്ന അമേരിക്കയിലെ ഈ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനോ എന്തിന് ഡയറക്ടർ ബോർഡ് മെമ്പറോ ഒന്നും തന്നെ അല്ലാത്ത മാധവൻ സാർ എങ്ങനെയാണ് അതും കേരളത്തിൽ വെച്ച് മിനുവിന് ഈ ഡോക്ടറേറ്റ് നൽകുന്നത് എന്ന് അരുൺകുമാർ തിരിച്ചു ചോദിച്ചു. അപ്പോൾ തന്റെ സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഹോണറായിട്ടാണ് ഈ ബഹുമതി തനിക്ക് നൽകിയത് എന്ന മറുപടിയാണ് മിനു പറഞ്ഞത്. എന്തായാലും അതിന്റെ ആധികാരികത ചോദ്യം ചെയ്ത അരുൺകുമാറിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയായിരുന്നു മിനു മുനീറിന്. ആ സംഭാഷണത്തിലേക്ക്. താങ്കൾക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു, ശരിയാണോ? അതെ. ആ ഡോക്ടറേറ്റ് ആര് തന്നതാണ്? ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി USA. അതിവിടുത്തെ ISRO ചെയർമാനാണ് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. മാധവൻ സാർ. സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ്, കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല എന്താണ് സംശയം? താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ? അതെ 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 അത് തന്നത് നമ്മുടെ ISRO ചെയർമാനാണ്, നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ്. ഗുഡ്വിൽ സർവകലാശാലയുടെ ആൾക്കാരും കേരളത്തിൽ വെച്ച് മാധവൻ സാർ സമ്മാനിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. എനിക്കറിയില്ല. ഞാൻ അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക? അത് PhD സർവകലാശാല അല്ല, അത് ഓണററി. ഒരു സെക്കൻഡ് അരുൺ സാർ, അത് PhD പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല. ഇത്തരം ആളുകൾക്ക്, അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ്. അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം, അല്ലാതെ MBBS ഡോക്ടർ എന്ന് പറഞ്ഞ് അതിനെ മിസ്യൂസ് ചെയ്തുകൂടാന്ന് മാത്രമേ. മാധവൻ സാർ ആ സർവകലാശാല പഠിപ്പിക്കുന്നില്ലല്ലോ. ആ സർവകലാശാലയുടെ ഡയറക്ടർ ബോർഡിലും മാധവൻ സാർ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മാധവൻ സാർ അമേരിക്കൻ സർവകലാശാലയുടെ PhD താങ്കൾക്ക് തരിക? എനിക്കൊരു PhDയും കിട്ടിയിട്ടില്ല. എനിക്ക് 1-2 സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ. അതാണ് നിങ്ങൾക്ക് വ്യത്യാസം. ഇത് അതിന്റെ അണ്ടറിൽ വരുന്നത്, അതായത് ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന PhD ഡോക്ടറേറ്റ് അല്ല. ഇതെല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസിങ്, അതായത് ഡോക്ടറാണെന്ന വ്യാജേന നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വയ്ക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുണ് എനിക്കും അങ്ങനെയാണ് ലഭിച്ചത്. കേരള സർവകലാശാലയിൽ ഒരു പ്രബന്ധം എഴുതി 11 വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ PhD ആണ്. ഓക്കെ സോറി, അതെന്റെ അറിവില്ലായ്മയായിരിക്കും. ശരി ശരി, താങ്ക് യു. ഓക്കെ ഞാൻ അങ്ങനെ പഠിച്ചതല്ല. ഞാൻ അതിന്റെ സർവകലാശാലയിലെ പ്രബന്ധത്തിന്റെ കോപ്പിയും എന്റെ ആർട്ടിക്കിളുകളും UGCയുടെ അംഗീകൃത ജേർണലുകളിലുമുണ്ട്. ഓക്കെ നോ പ്രോബ്ലം, കുഴപ്പമില്ല. എനിക്ക് തോന്നി എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതുമല്ല. എനിക്ക് കൂടുതൽ അങ്ങയെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നേരത്തെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് അരുൺകുമാർ ആയിരുന്നു. പിന്നെ താങ്കളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ്, ശരിയല്ലേ? അത് ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ, എനിക്കറിയില്ല. ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല. അല്ല, ഗുഡ്വിൽ സർവകലാശാല എന്ന് താങ്കൾ പറഞ്ഞു, പക്ഷേ സർവകലാശാല അല്ലാതെ താങ്കൾ തന്നെ പറഞ്ഞു. കമ്മീഷനെ വെക്കാം.
പ്രൈവറ്റ് ഏജൻസിയുടെ PhD ആണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി. ഞാനൊരു കാര്യം ചെയ്യാം. ഇത്തരം ആളുകളെ നമ്മൾ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പറെല്ലാം എടുത്തിട്ട് വന്നേനെ. നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം. നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകൃതം ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഞാൻ അന്വേഷിച്ചപ്പം ഡോക്ടറേറ്റ് എന്ന് പറയുന്ന PhD ഡോക്ടറേറ്റ് എന്നുള്ള ഒരു സെക്കൻഡ് അരുൺ, താങ്കൾ അമേരിക്കയിൽ പോയതിനു ശേഷമാണോ ഡോക്ടറേറ്റ് കിട്ടിയത്? ഞാൻ അമേരിക്ക കണ്ടിട്ടുകൂടിയില്ല. അതായത് ഞാൻ പറയട്ടെ അരുൺ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത്. ഇതിപ്പം ക്രെഡിബിലിറ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിലേക്കൊന്നും പോയില്ല. താങ്കൾക്കെതിരെ താങ്കളുടെ PhD എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു സെക്കൻഡ്, അത് നോക്കൂ, താങ്കളുടെ PhD വ്യാജമാണ് എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് താങ്കൾ ഉന്നയിച്ച ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല. ഇനി എന്റെ ചോദ്യം അത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആവശ്യം